ബഹുമാനിയ യോഗാധ്യക്ഷ, നമ്മുടെ ഈ നഗരത്തിൻ്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, സ്വാഗതം ആശംസിച്ച ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു, ആദരണീയനായ സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എൻ്റെ സഹപ്രവർത്തനായ ശ്രീ എം പി രാജേഷ്, സ്മാർട്ട് സിറ്റിയുടെ CEO ശ്രീ രാഹുൽ കൃഷ്ണ ശർമ്മ IAS, KSRTCയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ IOFS, നമ്മുടെ പ്രിയങ്കരനായ വട്ടിയൂർക്കാവിൻ്റെ പ്രിയപ്പെട്ട MLAയും മുൻ മേയറുമായിട്ടുള്ള അഡ്വക്കേറ്റ് VK പ്രശാന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീമതി ഷാജിദ നാസർ, ക്ലൈനസ് റസോറിയോ, ശ്രീമതി ഗായത്രി ബാബു, ശ്രീ മേടയിൽ വിക്രമൻ, ശ്രീമതി CS സുജാത ദേവി, ശ്രീ പാളയൻ രാജൻ, ശ്രീമതി ശരണ്യ, ശ്രീ DR അനിൽ, ശ്രീ MR ഗോപൻ, ശ്രീ പത്മകുമാർ, ശ്രീ ചന്ദ്രബാബു, ജനറൽ മാനേജർ സ്വിഫ്റ്റ്, ഇതിൻ്റെ KSRTC യൂണിയനുകളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീ സുരേഷ്, ശ്രീ ഹണി ബാലേന്ദ്രൻ, ശ്രീ S അജയകുമാർ, ശ്രീ D അജയകുമാർ, ശ്രീ ബിനു ഫ്രാൻസിസ്, നമ്മുടെ പ്രിയപ്പെട്ട കോർപ്പറേഷൻ സെക്രട്ടറി, ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് കൗൺസിലർമാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കോർപ്പറേഷനിലെ ജീവനക്കാർ, KSRTC ജീവനക്കാർ, സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ സ്മാർട്ട് സിറ്റി ബസ്സുകളുടെ രണ്ടാം ഘട്ടമായി 20 ബസ്സുകൾ കൂടി ബഹുമാനായ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെയധികം മുന്നേറാൻ ഈ പദ്ധതി കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിന് ആവശ്യമുള്ള വൈദ്യുതി മുഴുവൻ സോളാറിലാക്കാനും ഇന്ത്യയിലെ തന്നെ അത്തരത്തിലുള്ള ആദ്യ ഒരു നഗരമാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ വായു മലിനീകരണത്തിൻ്റെ കാര്യത്തിലും പരിസര മലിനീകരണ കാര്യത്തിലും വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടൊരു മാതൃകയാകാൻ തിരുവനന്തപുരം കോർപ്പറേഷന് കഴിയണം എന്ന ലക്ഷ്യത്തോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മേയർക്കും കൗൺസിലിനും കഴിയുന്നു എന്നതുകൊണ്ടാണ് അവർ അഭിനന്ദനം അർഹിക്കുന്നത്. ഇന്നൊരു സുദിനമായി സ്വരാജ് പുരസ്കാരം 2ാം തവണയും കരസ്ഥമാക്കാൻ ഈ കോർപ്പറേഷന് കഴിഞ്ഞു എന്നതിൽ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. നമ്മൾ പറയാണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും ത്രിതല പഞ്ചായത്തിലില്ല എന്ന് പറയും. നേട്ടങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. വികസനം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രമായി പോയാൽ അത് ക്യാൻസറസ് ആണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഒരിടത്ത് മാത്രം വല്ലാതെ വളർന്നാൽ അത് രോഗമാണ്, ക്യാൻസർ, അപകടമാണ്. വികസനം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. ഒരു നഗരമാണെങ്കിലും ഒരു സംസ്ഥാനമാണെങ്കിലും വികസനം ഒരുപോലെ പോകണം. ഈ നഗരത്തിന് ഈ അവാർഡ് ലഭിക്കാനുള്ള കാരണം ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൗൺസിലർമാരെല്ലാവരും അവരവരുടെ വാർഡുകളെ ശ്രദ്ധിക്കുകയും മേയർ പൂർണ്ണമായും ഒരു പുതിയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നൊരു നേതൃത്വം നൽകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സ്വരാജ് പുരസ്കാരമടക്കം വികസനത്തിൽ ഒരുപടി മുന്നോട്ട് പോകാൻ തിരുവനന്തപുരം നഗരത്തിന് കഴിയുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്നതാണ്. സൈക്കിളായിരുന്നു അന്ന് വാഹനം. ആദ്യം കാൽനടയായിരുന്നു, പിന്നെ സൈക്കിളായിരുന്നു. ഞാൻ സൈക്കിളിൽ ചവിട്ടി പോകാത്ത ഒരു റോഡും ഒരു മുടുക്കും ഇടവഴിയുമില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പിന്നെ ബൈക്കിലേക്ക് മാറി. ഒരുപക്ഷെ ഇവിടുത്തെ MLA ആയ പ്രശാന്ത് പോയതിനേക്കാൾ ഇടവഴികളിൽ കൂടി ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് അറിയാത്ത ഒരു വഴിയും തിരുവനന്തപുരത്തില്ല. കാരണം ഞാൻ ഇവിടെയാണ് പഠിച്ചത്. പിന്നെ അത്യാവശ്യം കോളേജിൽ പഠിക്കുമ്പോൾ അറിയാമല്ലോ, ഒരു കറക്കമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ നഗരം മുഴുവൻ ഞാൻ കറങ്ങിയിട്ടുണ്ട്, സൈക്കിളിലും ബൈക്കിലുമായിട്ട്. അപ്പം അത്ര പരിചയമുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തെ ഞാൻ കാണുന്നത്. കാരണം അന്നുണ്ടായിരുന്ന തിരുവനന്തപുരവും ഇന്നുണ്ടായിരിക്കുന്ന തിരുവനന്തപുരവും തമ്മിലുള്ള വളർച്ചയിൽ വന്ന മാറ്റം, പുരോഗതി നമുക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ മേയറോട് എനിക്ക് പറയാനുള്ള ഇത്തരം പുരോഗതികളെല്ലാം വരുമ്പോൾ കർശനമായ ഒരു പാർക്കിംഗ് നിയന്ത്രണം കൂടി കൊണ്ടുവരണം. പ്രധാനമായി നഗരത്തിൻ്റെ ഗതാഗത കുരുക്ക്. നമുക്ക് സെക്രട്ടറിയേറ്റ് മുമ്പിൽ വരുന്ന സമരങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ ഒക്കത്തില്ല എന്ന് സമരമായിട്ട് അതിൻ്റെ കുരുക്കുണ്ട്. പക്ഷേ പാർക്കിങ്ങിൽ ചില അടയാളപ്പെടുത്തലുകളും പാർക്കിങ്ങുകളിൽ ചില പണം പിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പാർക്ക് ചെയ്യാനുള്ള ചില സ്ലോട്ടുകൾ മാർക്ക് ചെയ്യാൻ കോർപ്പറേഷൻ റോഡുകളിൽ തയ്യാറാണ്. അതനുസരിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും ആളുകളെ കൊണ്ട് കൃത്യമായി പാർക്ക് ചെയ്യും. ആ പറയുന്ന മാർക്കിങ്ങിനുള്ളിൽ അല്ലാതെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഫൈൻ അടിക്കുന്ന ഒരു സംവിധാനം. പാർക്കിങ്ങിന് വാടകയൊന്നും വേണ്ട, പക്ഷെ പാർക്കിങ്ങിന് ബോക്സ് വരച്ചിട്ട് ആ ബോക്സിന് ഇപ്പുറത്ത് അല്ലെങ്കിൽ ലൈനിന് ഇപ്പുറത്തേക്ക് പാർക്ക് ചെയ്താൽ ഫൈൻ അടിച്ചാൽ അത് നിങ്ങൾക്കൊരു വരുമാനമായിരിക്കും കോർപ്പറേഷനെ സംബന്ധിച്ച്. അത് ഞാൻ തെറ്റ് ചെയ്യുന്നവർ മാത്രം ഫൈൻ അടിച്ചാൽ മതിയല്ലോ. നന്നായിട്ട് പാർക്ക് ചെയ്തേക്കുന്നവർക്ക് ഫൈൻ അടിക്കേണ്ട, പാർക്കിങ്ങിന് ഫീസും ഈടാക്കണ്ട. അതൊക്കെ ഭാവിയിൽ ഉണ്ടാവും, കാരണം എല്ലാ രാജ്യത്തും ഉണ്ട്. പക്ഷെ ഇന്ന് ഈ നഗരത്തിൽ പലപ്പോഴും ഒരു കാറും 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് ഒരു മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്യും. എന്നാൽ അത് കൃത്യമായി വരവരിച്ച് അതിന്റെ ഉള്ളിൽ വെക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, വിജിലൻസ് ഓഫീസിന് മുമ്പിൽ വണ്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു 5 കാർ ഇടാനുള്ള സ്ഥലത്ത് 6 ബൈക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ ഈ പരിഷ്കാരത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ സമ്പൂർണ്ണമായി 300 മെഗാവാട്ട് വൈദ്യുതി ഇപ്പോൾ തന്നെ ഉത്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമായി കാണണ്ട, വലിയ കാര്യം തന്നെയാണ്, വലിയ നേട്ടമാണ്. ഇപ്പൊ പറഞ്ഞു അംഗൻവാടികൾ, സ്കൂളുകൾ, അതിന്റെ എല്ലാം പുറത്ത് പിന്നെ സർക്കാർ ഓഫീസുകൾ. അതിൽ ഏറ്റവും നല്ലൊരു സ്ഥലം ബഹുമാനപ്പെട്ട മന്ത്രി പറയേണ്ടത് നിയമസഭാ മന്ദിരത്തിന്റെ മുകളിലാണ്. നിയമസഭാ മന്ദിരത്തിന്റെ മാത്രം മുകളിൽ വെച്ചാൽ കോടാനുകൂടി അതാണ് പറ്റിയ സ്ഥലം. നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ മേളിൽ അന്ന് വെച്ചാണ് സ്മാർട്ട് സിറ്റി മൊത്തം വെച്ചു. അല്ല, ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ മേളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അതിൽ സോളാർ വെച്ചെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിക്കണം. മുൻകാലത്തുള്ള മന്ത്രിമാർക്ക് ഞാൻ 6 കത്തെങ്കിലും എഴുതിയിട്ടുണ്ട്. ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ മന്ത്രിയായിരിക്കും കേട്ടോ, സ്പോർട്സിന്റെ മന്ത്രിയായിരിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അതിനകത്ത് ആരും ഇരിക്കുന്നത് എന്നവരെ കണ്ടിട്ടില്ല. ഇന്നുവരെ ആ സ്റ്റേഡിയത്തിൽ ആളിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, അത് പണിതതിന് ശേഷം. അന്ന് 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഇതിന്റെ താഴെ വശമെല്ലാം ഒഴിഞ്ഞു കിടക്കായിരുന്നു. അങ്ങനെ പോലീസ് വകുപ്പിന്റെ ചുമതല അന്നത്തെ മുഖ്യമന്ത്രിക്കായിരുന്നു, AK ആന്റണി സാർ. ഞാനൊരു കത്ത് കൊടുത്തു, ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ കംപ്ലീറ്റ് ഒഴിഞ്ഞു കിടക്കുക, ഇത് അടച്ചു കെട്ടി മുറിയാക്കി മാറ്റിയാൽ പോലീസിന്റെ സർക്കാരിന്റെ സർവ്വ ഓഫീസുകളും ഇതിനകത്തേക്ക് മാറ്റാം എന്ന് എഴുതി കൊടുത്തു. അങ്ങനെയാണ് അത് അടച്ചു കെട്ടുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് എപ്പോഴും തോന്നുന്നു ഇതിന്റെ മേളിൽ എന്താ സോളാർ വെച്ചാൽ, സ്പോർട്സ് മന്ത്രിയായിരിക്കുമ്പോൾ അതിന് മുമ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭ അതിന് പറ്റി ഇതുപോലെ തന്നെ. ഇപ്പൊ അത് ചെയ്തപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ആ സ്റ്റേഡിയത്തിൽ ഒരു ദിവസമേ ആളിരിക്കുന്ന കണ്ടിട്ടുള്ളൂ. ആദ്യമായി മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മ ഒരു ഷോ നടത്തിയ ഒരു ദിവസമുണ്ട്. അത് ഈ ഗ്രൗണ്ട് നിറഞ്ഞിട്ട് ആ സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ ആളിരിക്കുന്ന ഞാൻ അന്നേ കണ്ടിട്ടുള്ളൂ ഒരു ദിവസം. അതിന് മുമ്പ് സന്തോഷ് ട്രോഫിക്ക് ഒരു ഗാലറി പൊളിഞ്ഞു വീണപ്പോഴാണ് ഈ ഗാലറി ഉണ്ടാക്കാനുള്ള കാരണം. അന്ന് 1-2 പേര് മരിച്ചു വന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 4 പേര് മരിച്ചു വന്നു. അത് തുടർന്നാണ് ഈ സ്റ്റേഡിയം പണിയാൻ തീരുമാനിച്ചത്. ആ സ്റ്റേഡിയം ഇന്ന് സോളാറിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ വളരെ സന്തോഷം. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്റ്റേഡിയങ്ങളുടെയും ഗാലറികൾ കനോപ്പി ചെയ്ത് സോളാർ ആക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിക്കണം. കാരണം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗ്രൗണ്ട് എറണാകുളത്ത് ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട് എറണാകുളത്ത്. അതെല്ലാം ഉപയോഗപ്പെടുത്തണം. KSRTCയുടെ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ പുറത്ത് സോളാർ വെക്കാൻ പരിപാടി ഉണ്ടെങ്കിൽ അത് നമുക്ക് അനുമതി തന്ന് മുന്നോട്ട്, ഒരു പൈസയും തരണ്ട, നിങ്ങൾ വെച്ചോ, കറണ്ട് എടുത്തോ എന്നുള്ളതാണ്. KSRTCയുടെ ഏത് കെട്ടിടത്തിന്റെ പുറത്തായാലും. കാരണം എല്ലാത്തിനും KSRTC പൈസ ചോദിക്കുന്നു എന്ന് പറയണ്ട. KSRTCയുടെ ദാരിദ്ര്യമൊക്കെ മാറും, നിങ്ങൾ പേടിക്കണ്ട. ശമ്പളവും 1-ാം തീയതി കഴിഞ്ഞാൽ ഉടനെ മാറും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. അത് എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകും. KSRTC ജീവനക്കാർ 1-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിക്ക് മുമ്പേ ശമ്പളം വാങ്ങും. ഇന്നലെ ഗവൺമെന്റ് ശക്തമായ തീരുമാനം എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ അടുത്തൊരു വർഷത്തേക്ക് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യം വഴി പെൻഷൻ കൊടുക്കാനുള്ള നടപടിയായിട്ടുണ്ട്. പെൻഷൻ ഇല്ലാന്നുള്ള പരാതി പോയി. ഒരു മാസം 35 ലക്ഷം രൂപ മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം നിലയിൽ KSRTC ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും റിലീസ് ചെയ്യാൻ. അത് യാതൊരു പ്രയോറിറ്റി ഇല്ല. മന്ത്രി, മാനേജിംഗ് ഡയറക്ടർ എന്ന് വിചാരിച്ചാൽ ഒരു പൈസ മാറ്റാനാകൂല. ഞാൻ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു കഴിഞ്ഞു. ആ സീനിയോറിറ്റിയിൽ എല്ലാവർക്കും തരും. അസുഖവും പല കാരണങ്ങളുണ്ട്, അതൊന്നും നമ്മൾ കൗണ്ടർ ചെയ്യുന്നില്ല, എല്ലാം കൊടുക്കും. KSRTCയിലെ ജീവനക്കാർക്ക് ക്യാൻസർ, ഹൃദയ ശസ്ത്രക്രിയ, കിഡ്നി ശസ്ത്രക്രിയ തുടങ്ങിയ ശസ്ത്രക്രിയകൾ വരികയാണെങ്കിൽ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് പൈസ ഇപ്പൊ കൊടുക്കാതിരിക്കുന്നത് മാറ്റിക്കൊണ്ട് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് ജപ്തിയാകും എന്ന് കണ്ടാൽ 1 ലക്ഷം രൂപ വരെ കൊടുക്കും. അതിൽ താഴെ ചോദിക്കുന്നവർ കൊടുക്കും. ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. KSRTC, ഞാൻ ഈ ബസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, നഷ്ടത്തെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഓടുന്ന കണ്ടീഷനിൽ ഏതാണ്ട് പകുതിയോളം വണ്ടികൾ 0ക്ക് താഴെയാണ് വരുന്നത്. അത് മാറ്റും. നമ്മൾ മുഴുവൻ റീഷെഡ്യൂൾ ചെയ്യാൻ പോകാൻ, മൊത്തം റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ എല്ലാ കൗൺസിലർമാർക്കും അതിൽ പങ്കുചേരാം. അത് ഈ സിറ്റിയുടെ എല്ലാ മുക്കിലും മൂലിലും എത്തത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യും. അതിന്റെ തുടക്കം എന്ന നിലയിൽ നമ്മൾ ഈ വണ്ടികളിൽ 6 വണ്ടികൾ മാറ്റിവെക്കുകയാണ്. ഇതിൽ 12 എണ്ണം സിറ്റി ഡിപ്പോയിലും 6 എണ്ണം പേരൂർക്കട ഡിപ്പോയിലേക്കാണ് പോകുന്നത്. 8 എണ്ണം പേരൂർക്കട ഡിപ്പോയിലേക്കാണ് പോകുന്നത്. അതിൽ 6 വണ്ടികൾ മാറ്റിവെക്കുന്നത് കോവളം ബീച്ചിൽ നിന്ന് സർവീസ് റോഡ് വഴി കഴക്കൂട്ടത്തേക്ക്, കാരണം വണ്ടികളേ ഇല്ല അതുവഴി. കോവളം ബീച്ച്, തിരുവല്ലം, ഇഞ്ചക്കൽ, ചാക്ക, വേൾഡ് മാർക്കറ്റ്, ലുലു മാൾ, ഇൻഫോസിസ്, ടെക്നോ പാർക്ക്, കഴക്കൂട്ടം,
ബഹുമാനപ്പെട്ട കഴക്കൂട്ടം MLA-യുടെയും കൂടി ഒരു അഭ്യർത്ഥന അതുകൊണ്ട് അവിടെ നഗരത്തിന്റെ ഭാഗമാണ്, നഗരസഭയുടെ ഭാഗമാണ്. ഈ നഗരസഭയുടെ അതിർത്തിയിലെത്തുമ്പോൾ തൊട്ടടുത്തുള്ള ചില സ്ഥലങ്ങളിലേക്ക് കൂടി പോകാൻ കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ കൂടുതൽ കിട്ടും. പല സ്ഥലത്തും പോകുന്നുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് നഷ്ടമാണ്. ചില സ്ഥലത്ത് നഗരസഭയുടെ ചില ഇടവഴികളെ കൂടി തന്നെ കയറി പോയാൽ കൂടുതൽ പൈസ കിട്ടുമെന്നൊക്കെയാണ് കാണുന്നത്. ഒരുപാട് നിവേദനങ്ങൾ കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടി ഇരുന്നിട്ട് ഒരു ആദ്യമായി അവർ പ്രാഥമികമായി അവരൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അത് തന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്കും തരാം. മേയർ അടക്കം കൗൺസിലർമാർക്ക് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തി ഒരു ജനകീയമായി, കാരണം ഒരു പ്രദേശത്തെ വികാരം അറിയുന്നത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളാണ്. കേരളം മുഴുവൻ പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ത്രിതല MLA-മാരുടെ അധ്യക്ഷതയിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെയും കൂടി ഇരുത്തിക്കൊണ്ട് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമസഭകൾ നടത്തി കേരളത്തിന്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ റോഡുകൾ മുഴുവൻ നോട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 102 ബസ് എന്ന് റൂട്ട് ഫോർമുലേഷൻ എന്ന് പറയും. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്പർ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. സമയം എഴുതാൻ പറ്റും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സമയം പറയാനൊക്കത്തില്ല, നമ്പർ നിയന്ത്രിക്കാനൊക്കത്തില്ല. പക്ഷേ നമ്മൾ റൂട്ട് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുലേറ്റ് ചെയ്യുന്ന റൂട്ട് ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് അനുവാദം കൊടുക്കും. സിറ്റിക്കകത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സിറ്റിക്ക് പുറത്തുള്ള കാര്യങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, ഇപ്പോൾ കോട്ടാക്കട അവിടെ നിന്ന് അങ്ങോട്ട് നാഷണലൈസ് അല്ലാത്ത റൂട്ടുകളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വണ്ടി പോവാത്ത സ്ഥലങ്ങളുണ്ട്, ആദിവാസി മേഖലകൾ. അപ്പൊ ലാഭകരമായ ഒരു മേഖലയിൽ കൂടെ നഷ്ടമുള്ള ഒരു മേഖലയിൽ കൂടെ കയറി ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാർക്ക്, ചെറിയ ബസ്സുകളാണ്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു പുതിയ അവസരവും സർക്കാരിന് നികുതിയും കിട്ടുന്ന ഒരു സംവിധാനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി MLA-മാരുടെ ഗ്രാമസഭകളും MLA-മാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഗ്രാമസഭകൾ കൂടി റൂട്ടുകൾ തീരുമാനിക്കും. അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കേരളത്തിലെ മുഴുവൻ റൂട്ടുകളും നമ്മളിങ്ങനെ ഫോർമുലേറ്റ് ചെയ്തതിനു ശേഷം അത് വിൽക്കാൻ വയ്ക്കും. അപ്പൊ രണ്ടുപേരും ഓരോ റൂട്ടിന് അപേക്ഷിച്ചാൽ ലേലം വെച്ചിട്ട് കൂടുതൽ കൊടുക്കുന്ന ആളിന് കൊടുക്കും. ആ റൂട്ടിലെ ഓടാൻ പറ്റുള്ളൂ. അത് നാഷണലൈസ് റൂട്ടുകളെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ ആയിരിക്കും പോകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി റിക്വസ്റ്റ് ആണ് സ്മാർട്ട് സിറ്റിയോടും കോർപ്പറേഷനോടും. ഇപ്പൊ ഞാൻ സിഇയോട് ചോദിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അശാസ്ത്രീയമായി ചേർണ്ട്. അദ്ദേഹം പറഞ്ഞു അനർട്ടെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. 16 സ്ഥലങ്ങളിൽ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുന്നതാണ്. 11 സ്ഥലങ്ങളിൽ. ഇത് അനർട്ടല്ല ശുപാർശ ചെയ്യേണ്ടത്, ഇത് ശുപാർശ ചെയ്യേണ്ടത് KSRTC ആണ്. ഈ വണ്ടികൾ റീഷെഡ്യൂൾ കഴിയുമ്പോൾ എവിടെ കൂടെയൊക്കെയാണ് ഓടുന്നത് നോക്കിയിട്ട് എവിടെയാണ് ഇത് റീചാർജ് ചെയ്യേണ്ട സ്ഥലം എന്ന് നോക്കി അവിടെയാണ് ഇത് സ്ഥാപിക്കേണ്ടത്. എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിച്ചിട്ട് കാര്യമില്ല. റീഷെഡ്യൂളും കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ലിസ്റ്റ് തരും. ഇപ്പൊ മെഡിക്കൽ കോളേജിന് ഇവിടെ പോകുന്ന വണ്ടി ചാർജ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഉച്ചയ്ക്ക്, പക്ഷെ അവിടെ ചാർജറില്ല. അപ്പൊ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ചാർജറുണ്ട്, ഇവിടെ വികാസ് ഭവനിലേക്കാണ്. ഇവിടെ ഈ ചാർജ് ചെയ്യാൻ കുത്തി കഴിഞ്ഞാൽ ഈ അടുത്ത വീടുകളിലൊന്നും കറണ്ട് ഇല്ല. സത്യമല്ലേ പറയുന്നത്? സത്യമാണോ? പറഞ്ഞു ഉള്ള കാര്യമല്ലേ പറയുന്നത്? അല്ല ഞാൻ വിലയിരുത്തി, അതുകൊണ്ടാണ് പറഞ്ഞത്. ട്രാൻസ്ഫോമർ ഇല്ല, അപ്പൊ ട്രാൻസ്ഫോമർ വയ്ക്കണം. അപ്പൊ ഞങ്ങൾ ചേർന്ന സ്ഥലങ്ങളിൽ ദയവ് ചെയ്ത് ട്രാൻസ്ഫോമർ വെച്ച് വൈദ്യുതി ഒരുക്കി തന്നാൽ ഇത് നമുക്ക് പ്രയോജനപ്രദമായി എല്ലായിടത്തും. ഇപ്പൊ കോവളം വരെ പോകുന്നു എന്ന് പറയുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഉച്ച സമയത്ത് അവിടെ കിടക്കുന്ന വണ്ടി അവിടെ ചാർജ് ചെയ്യാം. കഴക്കൂട്ടത്തുണ്ടെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാം. അങ്ങനെ കണിയാപുരത്ത് ഇപ്പോൾ ഉണ്ട്. പക്ഷെ നമ്മൾ കണിയാപുരം പോകുന്നതിന് പകരം എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി കഴക്കൂട്ടത്ത് അത്രയും ഡെഡ് മൈലേജ്, വെറുതെ ടയർ തേഞ്ഞു പോയി. ഇപ്പൊ കറണ്ട് ആണ് കുഴപ്പമില്ല, വലിയ ചാർജ് ഇല്ലാന്ന്, പക്ഷെ ടയർ തേഞ്ഞു പോലും. അപ്പൊ അതുകൊണ്ട് അത് ശാസ്ത്രീയമായി തന്നെ ചെയ്യണം. അനർട്ട് പറയുന്നതിനൊക്കെയല്ല, KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്, അവര് പറയുന്ന സ്ഥലത്ത് ഇത് വെച്ചു കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മൾ ഇത് ഞാൻ പറഞ്ഞു തിരക്കോടുകൂടി ആദ്യം തുടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പെട്ടെന്ന് തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ ഒരു 90 ലക്ഷം രൂപയുടെ വർക്ക് KSRTC അടിയന്തരമായിട്ട് പാപ്പനംകോട് ഡിപ്പോയിൽ ചെയ്തു. അതിന്റെ പണം കൂടി തരണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റിയിലേക്ക്. അത് തരണം, കാരണം നമ്മൾ KSRTCയുടെ സ്ഥിതി അറിയാമല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു ബില്ല് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അത് തരണം എന്ന് പറയുകയാണ്. കാരണം കൊടുക്കാൻ നമുക്കില്ലേ, ഈ പഴഞ്ചൊല്ലുണ്ട്, തനിക്ക് തിന്നാൻ തവിടില്ലാത്തവൻ 2 പന്നിയെ കൂടെ വളർത്തി എന്ന് പറഞ്ഞ് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പരുവത്തിലല്ല. 2 ബസ്സിന് ഒരു ചാർജിങ് മെഷീൻ വെച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അത് വെക്കേണ്ട സ്ഥലങ്ങളിൽ ചില ട്രാൻസ്ഫോമറുകൾ വേണ്ടി വരും, അല്ലെങ്കിൽ നാട്ടുകാരാകെ അസ്വസ്ഥരാകും. ഈ ബാറ്ററി എടുക്കുന്ന സമയത്ത് രാത്രിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. രാത്രിയാകുമ്പോൾ എല്ലാവർക്കും വൈദ്യുതിയുടെ ആവശ്യവുമുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കാക്കി മുന്നോട്ട് പോകാം. എന്തായാലും ഇതൊരു നല്ല കാര്യമാണ്. മാത്രമല്ല ഈ ഡബിൾ ഡെക്കർ മന്ത്രി ഇന്ത്യയിൽ ആദ്യമായിട്ട് 4 വണ്ടി ഇറങ്ങിയുള്ളൂ. 2 വേറെ ബോംബെയിൽ എവിടെയാണ്, 2 ആദ്യമായിട്ട് കിട്ടുന്ന, സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലൊരു സംവിധാനം വരുന്നത് നമുക്കാണ് എന്ന അഭിമാനമുണ്ട്. തിരുവനന്തപുരത്തെ ടൂറിസം സാധ്യതകൾ, അങ്ങ് കവടിയാർ കൊട്ടാരം മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരത്തിന്റെ സംസ്കാരവും ചരിത്രപരമായ പ്രാധാന്യവും മനസ്സിലാക്കുന്ന ഒരു യാത്രയ്ക്ക് ഈ ഡബിൾ ഡെക്കർ വളരെ ഉപകാരപ്പെടും എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവിധ നന്മകളും നേരുന്നു.
ഈ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ഒരു കുഴപ്പവുമില്ലാതെ വിജയകരമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും പരിസര പ്രദേശത്തിൻ്റെയും മുക്കിലും മൂലയിലും നമ്മൾ വണ്ടി എത്തിക്കും എന്ന് കോർപ്പറേഷനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും KSRTC എന്ന് ഉറപ്പ് നൽകുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇന്ന് കോർപ്പറേഷൻ കരസ്ഥമാക്കിയ സ്വരാജ് പുരസ്കാരത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.